ഇതേ സൈസിലൊരു പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കാം. ഈ പേപ്പറിൻ്റെ രണ്ടറ്റം ഒന്നാക്കി മടക്കുക. ആ മടക്കിനെ ഒന്നും കൂടി മടക്കുക. എന്നിട്ട് അതൊന്ന് നിവർത്തുക. ഇതിൽ കാണുന്ന പോലെ ഒരറ്റം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും മറ്റേ അറ്റം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. ഇതൊന്ന് അപ്പുറം മറിച്ച് വെച്ചിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു പരിചയമുള്ളൊരു ഫ്ലവർ പോലെ തോന്നിയേക്കാം. അതെ ഗൈസ്, ഇതാണ് പെരിവിങ്കൽ ഫ്ലവർ, അതായത് നിത്യകല്യാണി എന്ന് പറയും. പലരുടെയും വീട്ടുമുറ്റത്തുള്ളതാണ്. ഈ ഫ്ലവറിന് അതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അല്ല, ഉണ്ടെങ്കിലും കമൻ്റ് ഇടാൻ മറക്കരുത്. പിന്നുള്ളതെല്ലാം സിമ്പിൾ പരിപാടികളാണ്. ഓരോ ഫ്ലവർ ഇതേപോലെ ചെയ്തെടുക്കുക. അതിനൊക്കെ ഓരോ സ്റ്റെമ്മുകളും അതേപോലെ ഓരോ ലീഫുകളും ചെയ്തെടുക്കുക. ഈ ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു ബാസ്ക്കറ്റ് പോലെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഫോം ക്ലേ വെച്ച് കൊടുത്തിട്ട് ഈ ഓരോ സ്റ്റെമ്മും അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും മറക്കരുത്.